2023 മാർച്ച് 11 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തുടക്കം കുറിച്ച ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ്. നമുക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മാലദ്വീപ്സിൽ നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ മുഹമ്മദ് റഷീദ് ബാരി സാറിനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PC അബ്ദുൽ റഹ്മാൻ സാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സമീറ സമസ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. സുനീറ സമസ് പ്ലീസ് കം. ഇന്ന് നമ്മളുടെ കാര്യപരിപാടികളുടെ ആരംഭം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. നമ്മുടെ MGU3യുടെ തൃതീയ വസന്തം. നമ്മുടെ MGU3യുടെ ഈ മൂന്നാം പിറന്നാൾ നമുക്ക് ആരംഭിക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി. ഈ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് സിനർജിയുടെ ഭാവഗായകൻ ശ്രീ അലക്സ് മാത്യു സാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ജഗദീശ്വര അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന ഈ യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജിനെ കുറിച്ച് പഠിക്കാനായി മാലിയിൽ നിന്നും മുഹമ്മദ് ബാരി എത്തിച്ചേർന്നിരുന്നു. 10:30 വൈസ് ചാൻസലർ എത്തിച്ചേർന്നത്. അദ്ദേഹം നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് തൃതീയ വസന്തം ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജിനും ഇടം ഉണ്ടായിരിക്കുമെന്നത് എല്ലാവരും കയ്യടിയോടെ സ്വീകരിച്ചു. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്ത് ഇപ്പോൾ സമ്പൂർണ്ണ യൂത്രിയ ഗ്രാമമാണ്. എടവണ്ണയുടെ പഞ്ചായത്തിൽ യൂത്രിയ ആരംഭിക്കുന്നു. 20% വരുന്ന കേരളത്തിലെ മുതിർന്ന ജനതയ്ക്ക് യൂത്രിയെ ഒരു ആശ്വാസമാണ്, ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഈ പദ്ധതി സമ്പൂർണ്ണ യൂത്രിയ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ ഭരണസമിതി തീർച്ചയായിട്ടും നടപ്പാക്കും. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വയോജനങ്ങൾക്ക് വേണ്ടി 5% തുക എല്ലാ പഞ്ചായത്തിൽ നീക്കിവെക്കുന്നുള്ളത് നിയമമാണ്. അപ്പൊ ആ ഒരു പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി സമ്പൂർണ്ണമായി നടപ്പാക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യും. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ അണിയറ ശില്പികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ഭാവവും നിർത്തുന്നു. ജയ് ഭാരത്. ഇടവണ്ണയിൽ നിന്ന് വന്നിട്ടുള്ള മെമ്പർമാരുടെ എഴുന്നേറ്റ് നിന്ന് വൈസ് ചാൻസലർക്കും ടോണി സാറിനൊന്ന് കാണാമായിരുന്നു. യെസ്, പഞ്ചായത്ത് മെമ്പർമാർ വന്നിരിക്കുന്നു. ഓക്കെ, പുൽപ്പറ്റക്കാരൊന്ന് എഴുന്നേറ്റിക്കാമോ? പുൽപ്പറ്റക്കാര് ഇനിയിപ്പോ നിങ്ങളുടെ ഊഴമാണ്. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പതാക കൈമാറുന്നത് പോലെയൊക്കെ കാര്യമാണ്. ഒരു കാര്യം, പുൽപ്പറ്റയിലെ MGU3 യൂണിറ്റുകളുടെ പേര് ഇടം എന്നാണ്. ആ പേര് നിർദ്ദേശിച്ചത് മുഹ്സീനയാണ്. ഒരു MSWക്കാരി കൂടിയായ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇടം. എന്താണ് ഇടത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചോ പറഞ്ഞു, വീട്ടിൽ പോലും ഇടം നിഷേധിക്കപ്പെടുന്നവർക്ക് ഒരിടം പഞ്ചായത്ത് ഒരുക്കുന്നു. വീട്ടിൽ പോലും ഒതുക്കപ്പെടുന്ന മുതിർന്നവർക്ക് ഒരിടം ഒരുങ്ങുന്നത്. അത് സുനീറ സമതിന്റെ കയ്യിൽ വന്നപ്പോൾ അതിന്റെ പേര് നോക്കിയേ, സുനീറയുടെ പേരാണ് സഹചാരി. നിങ്ങളോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കാനായിട്ട് കഴിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. ഇത് 2-3 കാര്യങ്ങളാണ് നടക്കാനുള്ളത്. ഒന്ന്, കുറച്ച് പേർ TCI പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ആദരവ് അറിയിക്കുന്നതാണ്. അത് പഠിപ്പിക്കുന്ന രാജു സാർ മുമ്പ് ഇരിപ്പുണ്ട്. പിന്നെ ആദരിക്കുന്ന പറഞ്ഞാൽ എന്താ? ഏതാനും പേർക്ക് ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാൻ ആഗ്രഹിക്കണം. വൈസ് ചാൻസലർ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവസരമാണ്. രണ്ടാമത്തത് ആ ട്രോഫി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നു. പിന്നെ 4 കോഴ്സുകളിലൂടെ നടന്നതിൻ്റെ
ഓരോരുത്തർക്ക് കൊടുക്കാൻ സമയം ഉണ്ടാവില്ലെന്ന് സാർ പറഞ്ഞു. സാറിനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ ഇവിടെ ആയിരിക്കും, ബാക്കി കാര്യങ്ങൾ താഴെ ആയിരിക്കും. ആദ്യമായിട്ട് പുൽപ്പറ്റ ഇടവണ്ണക്കാർ ആദ്യമേ തന്നെ മുമ്പോട്ട് പോരുക, ബാക്കി കാര്യങ്ങളുടെ താഴേക്ക് ഇറങ്ങി പോകാൻ നമുക്ക്. താങ്ക് യു. Completing her diploma in TCI, working as counselor in Marine College, Kuttikanam, distinguished counseling psychologist with the 30 years of legacy of empowering diverse student population across several educational institutions. TCI പരിശീലന കോഴ്സുകളിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റി അംഗം ആയ അൻസുവിന് അഭിനന്ദനങ്ങൾ. രാജു സാറിന്റെ പേര് ആദ്യം വായിക്കേണ്ടതായിരുന്നു, കൈ കിട്ടുന്നത് വായിച്ചു. രാജു സാറ് പ്രൊഫസർ ഡോക്ടർ രാജു ഡി കൃഷ്ണ, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയുടെ ലക്ഷണമാണ്. സ്റ്റാർട്ടഡ് TCI ജേർണി in 2002, RCA India Secretary for 12 years, formulated several TCI programs, founder of Dementia Care Pala, സഫലം 55, സർവോപരി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു TCI faculty member in U3A. Raju sir, please come forward. Okay. ഇനി നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് മുമ്പോട്ട് വരുന്നത്. ഒന്ന് കേൾക്കണേ. 2020 സെപ്റ്റംബർ 10 മുതൽ 26 മെയ് 16 വരെ 2076 ദിവസം മുടക്കം കൂടാതെ എല്ലാ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ പൊതുജനങ്ങൾക്കായി ഓൺലൈൻ യോഗ പരിശീലനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അദ്ദേഹം ഏത് ട്രെയിനറായാലും ശരി, എവിടെ ആയിരുന്നാലും ശരി, ഇത് ചെയ്തിരിക്കും. VRB നമുക്ക് അഭിമാനമാണ്. നമ്മുടെ ഈ തൃതീയ വസന്തത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ VRB വൈസ് ചാൻസലർ ആദരിക്കുന്നു. ഓക്കെ, നിങ്ങളൊക്കെ പരിചയപ്പെടേണ്ട ഒരു വലിയ പ്രതിഭയാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. MG U3യുടെ ശലഭവാണി 24.9 എന്ന ഓൺലൈൻ റേഡിയോയുടെ മുഖ്യ ശില്പി. 5300-ൽ പരം ശ്രോതാക്കളുണ്ട്. ഇന്ന് അത് 2026 ഡിസംബറിൽ 10,000 ആക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹകരിച്ചാൽ സാധിക്കും. ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇതുപോലെ ഒരു ഓൺലൈൻ റേഡിയോ വെറൈറ്റി ഉണ്ടോ? സാർ പറഞ്ഞായിരുന്നു നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് നേരിട്ടൊന്നും ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഉള്ളത്, അത് ആലോചനയിലാണ്. അപ്പോൾ ഇത് കേരള FM എന്ന ഫേസ്ബുക്ക് റേഡിയോയിലൂടെ റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 കേരള കൾച്ചറൽ ഫോറം സാമൂഹ്യ ശ്രേഷ്ഠ പുരസ്കാരം, കാനഡയുടെ ആകർഷകങ്ങൾ എന്ന തുടരെഴുത്തിന് 2023 സത്യജിത്ത് റേ ഗോൾഡൻ പെൻ അവാർഡ്, എഴുത്താണി എന്ന പേരിൽ ബ്ലോഗർ, ഇപ്പോൾ ഡിജിറ്റൽ എംപവർമെന്റ് ഫോർ സീനിയർ സിറ്റിസൻസ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ എംപവർമെന്റിൻ്റെ കൂടി വലിയൊരു ഗുരുവാണ് JK എന്നെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ജയലക്ഷ്മി കൃഷ്ണൻ. തമിഴ്നാട്ടിലാണ് ജനിച്ചത്, തിരുവനന്തപുരത്തെ അഗ്രഹാരത്തിലാണ് വളർന്നത്. ഇന്ന് മലയാളം നമ്മളെ പഠിപ്പിക്കാൻ ഈ തമിഴ്നാട്ടുകാരി വന്നിരിക്കുന്നു. ഓക്കെ, യെസ്. ഖദീജ P, ഒരു രഹസ്യം പറയട്ടെ. ഖദീജ P പുൽപ്പറ്റ പഞ്ചായത്തില് പ്രതിപക്ഷത്തിരുന്ന ആളാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് TCI പഠിച്ചിട്ട് ഭരണപക്ഷം പറഞ്ഞു TCI കൊള്ളാം, U3A കൊള്ളാമെന്ന് പറഞ്ഞു. അന്നത്തെ പ്രസിഡന്റാണ് ഈ PC. അദ്ദേഹം പറഞ്ഞു ഇവിടെ പാർട്ടിയൊന്നുമില്ല, election കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പാർട്ടിയില്ല. പഞ്ചായത്ത് formally U3A പഞ്ചായത്ത് during your term as panchayat member, you can legitimately feel proud that your pioneering efforts are producing results in the upcoming Edavanna U3A project. Okay. മൂസിന ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. ഈ ഇവിടെ സൂചിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന് 3.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊടുത്തു. ജബ്ബാർ ഹാജി എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തു. ഇതിനൊക്കെ പ്രവർത്തിച്ച മുസ്ലിങ്ങളെ പറ്റിയും മുസ്ലിം സ്ത്രീകൾ, അതുപോലെ തന്നെ ഒരാൾ ഹഫ്സത്ത് അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. ഇവർ ഒറ്റ ടീമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഹഫ്സത്തിനെയും വൈസ് ചാൻസലർ U3Aക്ക് വേണ്ടി ഹഫ്സത്തിനെ അഭിനന്ദിക്കുന്നു. ചന്ദ്രദാസ് എന്ന പ്രതിഭാസം, ചന്ദ്രദാസ് ഉണ്ടോ ഇവിടെ? ആലപ്പുഴയിലെ ടോക്കിംഗ് പാർലർ.
കേരളം മുഴുവൻ ഒരു വകഭേദമാണ്. അയലത്തുള്ള ആളുകൾ ഒത്തുകൂടുന്നു, നമുക്ക് കൊച്ചുവർത്തമാനം പറയാം എന്ന് പറഞ്ഞ് ഏകാന്തതയെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ചന്ദ്രദാസ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് ഒരു വൺ മാൻ ആർമിയാണ്, ഒറ്റയാൾ പട്ടാളം. ഇതിനു വേണ്ടി ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജനനന്മയ്ക്ക് വേണ്ടി സർക്കാർ അനൂപ് കുമാറിനെ കൊടുക്കും. അദ്ദേഹം തെക്കേ ഇരവിമംഗലം മന ഊർക്കഞ്ചേരി തൃശ്ശൂർ ജില്ല ഹാപ്പി വില്ലേജ് സെൻ്ററുമായി മുൻകൈയെടുത്തു. സ്ഥലം കൊടുക്കാൻ തുടങ്ങി. സാങ്കേതിക പ്രശ്നം കൊണ്ട് നടന്നില്ല. പിന്നെ സരസ്വതി മണ്ഡപം എന്ന കല്യാണ മണ്ഡപം വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ വിശാല മനസ്കൻ. ഒരു പൂജാരി കൂടിയായ അനൂപിന് മാനവ സേവയാണ് മാധവ സേവ. എന്തോ അനൂപ് ഉണ്ടെങ്കിൽ ഓടി വരണേ? ഇല്ല. ഓക്കെ. ഇനി ഒരു കാര്യം, 70 വയസ്സ് വരെ ഒരു കഥ പോലും എഴുതാത്ത ഒരാള് അണക്കെട്ട് തുറന്ന പോലെ എഴുതാൻ തുടങ്ങി. 2 പുസ്തകങ്ങൾ. സാർ തന്നെ നാക് അക്രഡിറ്റേഷൻ വന്ന ഒരു പ്രൊഫസർക്ക് അവിശ്വസനീയമായി തോന്നി. ഓക്കെ, കൈയടിക്കാൻ. ഓക്കെ, സാറേ. ഓക്കെ, അടുത്തത് നവസമൂഹ രചനയ്ക്ക് ശലഭ കൂട്ടായ്മ എന്ന പേരിലൊരു പുസ്തകം സ്വന്തം ഇനീഷ്യേറ്റീവിൽ വാസവൻ സാർ ചെയ്തു. അത് റിലീസ് ചെയ്യാൻ വേണ്ടി കൂടി വൈസ് ചാൻസലർ ക്ഷണിക്കുകയാണ്. വാസവൻ സാറ് ഇവിടെ വന്ന് നിൽക്കണം. ഇത് ടോണി സാർ ഒന്ന് ഏറ്റുവാങ്ങി. ഓക്കെ, 4ാമത്തെ ബുക്ക് നമ്മൾ നടത്തിയ 5 പരിശീലനങ്ങളിലെ ഒരു പരിശീലന ഗ്രൂപ്പ് കൊട്ടാരക്കരക്കാർ തയ്യാറാക്കി. ബാക്കിയുള്ളവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഏറ്റുവാങ്ങാൻ ഛായാമുഖി ഗ്രൂപ്പിനെ ഒന്ന് കാണിക്കാം. സാറേ. എല്ലാവരും ഇങ്ങിരിക്കുന്നു. ഇതാണ് ഛായാമുഖി. ഒരു കോഴ്സ് നടന്നാൽ അതിൻ്റെ ഒരു റെക്കോർഡ് അനുഭവ കുറിപ്പുകളാണ്, ജീവിക്കുന്ന പുസ്തകം. ഓക്കെ, യെസ്, ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. ഓക്കെ, ബലരാമൻ സാറുണ്ട് പറഞ്ഞേ. ഇവിടെ 100 പേര് അനുഭവ കുറിപ്പുകൾ ചേർത്ത് വെച്ച് കേസ് സ്റ്റഡി ബുക്കാണ്. 100 പേരുടെ അനുഭവങ്ങൾ. പുറത്തായി വന്നോ? ഓക്കെ. ഇത് എഡിറ്റ് ചെയ്തത് ബലരാമൻ സാറാണ്. ഇത് ഏറ്റുവാങ്ങാനായിട്ട് സീനിയർ ലക്ഷ്മൺ സാർ നമ്മുടെ നടക്കുന്ന വൃക്ഷം എന്നുള്ള പുസ്തകം എഡിറ്റ് ചെയ്തത് സാറായിരുന്നു. അപ്പം സാർ ഇത് സ്വീകരിക്കാൻ ഓക്കെ. ഈ സാവിത്രിക്കുട്ടിയമ്മയെ പറ്റി ഒരു വാക്ക് പറയട്ടെ. സാവിത്രിക്കുട്ടിയമ്മ ഒരു വാക്ക് പ്രയോഗിച്ചു. TCI എന്നത് വിമോചന മനഃശാസ്ത്രമാണ്. വിമോചന മനഃശാസ്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് കൊട്ടാരക്കര. ഇവരെല്ലാം കൊട്ടാരക്കരക്കാരാണ്. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അത് കഴിഞ്ഞാൽ കലാപരിപാടികളാണ്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ആരംഭിച്ച വയോജന വകുപ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. 1 മണി മുതൽ വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു. അത് മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ വീഡിയോ ലെങ്ത് കൂടുമെന്നതിനാൽ ക്ഷമിക്കണം. വിസ്മയജനകമായ മുതിർന്ന പൗരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ ഫോട്ടോയ്ക്ക് വേണ്ടി ചിലർ പോസ് ചെയ്യുന്നത് വലിയ അമൂല്യ നിമിഷമായി ഏവർക്കും അനുഭവപ്പെട്ടു. പുഴുക്കളായി അറിവിൻ വെളിച്ചു നേടാം, മനസ്സിനാഴങ്ങളിൽ ഉളിയിടാം. കണ്ടുപോയി നീളൻ പാതയിൽ, കണ്ടുപോ നീങ്ങളീ പുണ്യഗേഹം. നടുവിൽ ചുറ്റും പൂമ്പാത്രകൾ തുള്ളിക്കളിക്കുമിടം, ചിന്തകൾ ബന്ധനമുക്തമാക്കൂ ജ്ഞാനത്രക്കെല്ലിവിടെ ചുറ്റിലും. ദൗത്യസേനയിൽ ഒരു പൂവിൽ മറ്റൊന്നിലേക്കായി പൂമ്പാത്രകളെപ്പോൾ ഞാനും സഞ്ചരിപ്പൂ. കണ്ടുപോയി നീളൻ പാതയിൽ, കണ്ടുപോ നീങ്ങളീ പുണ്യഗേഹം. കാനനവം ഗീത നടുവിൽ ചുറ്റും പൂമ്പാർക്കകൾ തുള്ളിക്കളിക്കുമിടം.